ടിയാൻ നല്ല പ്രതികരണവുമായി തിയേറ്ററുകളുണ്ട്. പൃഥ്വിരാജിനൊപ്പം 2 കാലഘട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന കഥാപാത്രമായി. ഷൈന് കിട്ടിയ പ്രതികരണം എങ്ങനെ ഇത്രയും ദിവസത്തിനോട്? എല്ലായിടത്തും നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, പിന്നെ മലബാർ സൈഡുകളിലെ. കാരണം എല്ലാവരും ഒരു വലിയൊരു ചിത്രം കണ്ട സന്തോഷത്തിലാണ് വിളിക്കുന്നത്. കുറേ കാലത്തിന് ശേഷം ഒരു ബ്രഹ്മാണ്ഡ ചിത്രം കണ്ടു. അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന നല്ല രീതിയിലാണ്. പിന്നെ പറഞ്ഞ കഥ പുതിയതാണ് എന്നുള്ള കുറേ അഭിപ്രായങ്ങളുണ്ട്. ഷൈൻ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, അതുപോലെ തന്നെ ഷൈന് പരിചിതമല്ലാത്ത കുറേ ഭൂമികളിലൂടെയുള്ള യാത്ര, എന്തനുഭവമായിരുന്നു ടിയാൻ ഷൈന് നൽകിയത്? എൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ അവസ്ഥയിലും നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിൽ, സീരിയസ് ആയിട്ട് ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിൽ മുരളിച്ചേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ രൂപവും അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ചില കഥകളിലൂടെയും ചില കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലൂടെയും ലഭിക്കും. അപ്പോൾ പക്ഷെ അത് അങ്ങനത്തെ അവസ്ഥ അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രത്തിൽ അതിനുള്ള അവസരം നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. വേറൊരു നാട്ടിൽ, ആ നാട്ടിലെ ഒരു ദേശത്തിലെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ അറിയാനും അല്ലെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ഈ ചിത്രം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷൂട്ടും അധികവും ഹൈദരാബാദ് ഫിലിം സിറ്റിയിലായിരുന്നു, രാമോജിയിൽ. അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിലും ഈ ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ അല്ലെങ്കിൽ രാമോജി എന്ന് പറയുന്ന വലിയ ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് അനുഭവങ്ങളും പുതിയതായിരുന്നു. അത് വളരെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. ഷൈൻ, ഈ സിനിമ എടുക്കാൻ കാണിച്ചൊരു ധൈര്യം തീർച്ചയായും കുറച്ച് വലുതാണ്. കാരണം GN കൃഷ്ണകുമാറാണെങ്കിൽ മുരളി ഗോപി, കഥ എഴുതിയ മുരളി ഗോപിയും ഒക്കെ ഇത്തരം മിറാക്കിളുമായി ബന്ധപ്പെട്ടൊരു കഥ മലയാളികൾ എത്രത്തോളം സ്വീകരിക്കും എന്നതൊക്കെ ഒരുപക്ഷെ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള ധൈര്യം അവർ കാണിച്ചു എന്നത് വ്യക്തമാണ്. ഷൈൻ, ഇതിൻ്റെ ഒരു കഥാതന്തു കേട്ടപ്പോൾ ഒരു തോന്നിയിരുന്നോ ഇങ്ങനെ ഒരു സംശയം, ഇതെങ്ങനെ മലയാളികൾ സ്വീകരിക്കും എന്നൊരു സംശയം? ഇതിൻ്റെ ടോട്ടൽ കഥ ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തുന്ന ഒന്നായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലായിരുന്നു. പക്ഷെ എനിക്കിതിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നത്, ഇത് അധികവും ഹിന്ദി ഡയലോഗ്സും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുമായി ബന്ധമില്ലാത്ത കുറേ ഒരു അറ്റ്മോസ്ഫിയറാണ് കൂടുതലും കാണിക്കുന്നത്. അതിപ്പോൾ സാധാരണ ആളുകൾ അതെങ്ങനെ ഇത്രയധികം കൂടുതൽ ഹിന്ദി ഡയലോഗ്സ് അല്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ പടം വന്നു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്കും മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിത്രം അല്ലെങ്കിൽ ഇതുപോലൊരു ചിത്രം ലഭിച്ച അല്ലെങ്കിൽ കാണാൻ പറ്റിയ സന്തോഷത്തിലാണ്. പിന്നെ ഇതിൻ്റെ പ്രധാനമായി പറയേണ്ടത് എൻ്റെ പ്രൊഡ്യൂസർ ഹനീഫ് കെയാണ്. കാഞ്ചി ഇതിന് മുന്നത്തെ കൃഷ്ണകുമാറിൻ്റെ പടം ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാറിൻ്റെ 2ാം ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഹനീഫ് കയുടെ സപ്പോർട്ട്, രാമോജി പോലൊരു ഫിലിം സിറ്റിയിൽ ഇത്ര എക്സ്പെൻസീവായിട്ട് 10-70 ദിവസം ഷൂട്ട് ചെയ്യുക, വലിയ സെറ്റുകൾ ഇട്ടിട്ട്. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സപ്പോർട്ടാണ് ഇങ്ങനത്തെ ഒരു ചിത്രം കൃഷ്ണകുമാറേട്ടനാണെങ്കിലും മുരളിച്ചേട്ടനാണെങ്കിലും പൃഥ്വിനാണെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. ഷൈൻ, സമകാലിക രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒട്ടേറെ തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നു. ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ടീമിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ സത്യം പറയുന്നതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് ചിത്രങ്ങളിലൂടെയും ഇങ്ങനെയൊക്കെയാണ് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ ഇങ്ങനത്തെ വിഷയങ്ങൾ എന്തായാലും ചർച്ച ചെയ്തേ പറ്റൂ. അത് ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് പണ്ട് മുതലേ എല്ലാ സംഭവങ്ങളും കഥകളായിട്ടും ഉപമകളായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോഴാണ് ആളുകളുടെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. അതിപ്പോൾ പണ്ടത്തെ നമ്മളെ ആമയും മയിലും എന്ന് പറയുന്ന കഥ തന്നെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് വലിയൊരു
വലിയൊരു ജീവിതത്തിലെ വലിയൊരു സത്യമാണ്. അപ്പോൾ അത് ഒരു കഥാരൂപത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മുരളിച്ചേട്ടന് അതിന് കൂടുതൽ താല്പര്യമുണ്ട്. ഓരോ സ്ക്രിപ്റ്റിലൂടെയും സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അത് ചിലപ്പോൾ ഒരു സൈഡിലേക്ക് തൂങ്ങി നിൽക്കും കുറച്ച് കൂടുതൽ, ചിലപ്പോൾ വേറൊരു സൈഡിലേക്ക് തൂങ്ങി നിൽക്കും. രണ്ടായാലും നമ്മുടെ സമൂഹത്തിലാണ് അത് സംഭവിക്കുന്നത്. ഷൈൻ, പൃഥ്വിരാജിൻ്റെ അസ്ലൻ, ഇന്ദ്രജിത്തിൻ്റെ പട്ടാഭിരാമഗിരി, മുരളി ഗോപിയുടെ ഭഗവാൻ, ഈ 3 കഥാപാത്രങ്ങളുമാണ് സിനിമയിൽ ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന സാഹചര്യം. ഈ അസ്ലനൊപ്പം കരുത്തായി നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ പോലെയാണ് ഷൈൻ സിനിമയിലുള്ളത്. ഷൈൻ്റെ ഒരു പേഴ്സണൽ, താരങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ 3 കഥാപാത്രങ്ങളിൽ ഒരു ഇഷ്ടം തോന്നിയ കഥാപാത്രം ഏതൊക്കെയാണ്? അസ്ലൻ, പട്ടാഭിരാമഗിരി അല്ലെങ്കിൽ ഭഗവാൻ? ഞാൻ ചിത്രത്തിൽ അസ്ലൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അസ്ലൻ്റെ അനിയനായിട്ടാണ്. എനിക്ക് ഇന്ദ്രൻ്റെ ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അത് ആ ദേശത്ത് നിന്ന് ആ ദേശത്തെ ഏറ്റവും വലിയ ശക്തികൾക്കെതിരെ പോരാടുകയും ചില ഒരു ഘട്ടത്തിൽ തളരുകയും അവിടുന്ന് അസ്ലത്തിൻ്റെ ശക്തി കൊണ്ട് തിരിച്ച് ഇതിനെല്ലാം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന പട്ടാഭി എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ വളരെ ശക്തനാണ്. അസ്ലനാണ് കൂടുതൽ ശക്തനെങ്കിൽ ആ ക്യാരക്ടർ എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടർ ചെയ്ത് അല്ലെങ്കിൽ ആ സ്ക്രീനിൽ ആ ക്യാരക്ടർ വളരെ അധികം പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സിനിമയുടെ ദൃശ്യഭംഗി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. സതീഷ് കുറുപ്പിൻ്റെ ക്യാമറ. അതെ, അതിൻ്റെ മാത്രമല്ല ഇതുവരെ കാണാത്ത കുംഭമേള അടക്കമുള്ള അതിൻ്റെ ചിത്രീകരണം ഒക്കെ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നു. അത് എങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു? ആ യാത്ര എങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു? സതീഷ് ക്യാമറ ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിത്രത്തിലെ 95% രാമോജി ഫിലിം സിറ്റിയിലാണ്. ആ ഗ്രാമവും പിന്നെ ആ മലയും പിന്നെ 80s മുംബൈ എല്ലാതും രാമോജി ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുംബൈ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു 80s മുംബൈ ഒക്കെ ഇത്രയും മനോഹരമായിട്ട് അതിൻ്റെ ആ ഡയറക്ടർ പറയുമ്പോൾ ആ ഡയറക്ടർ മണിയും പിന്നെ സതീഷും കൂടിയിട്ടുള്ള ഒരു സിങ്ക് തന്നെയാണ് അതിൽ കാണാവുന്നത്. മുംബൈ എന്ന് പറയുന്ന തെരുവും ആ ഫൈറ്റ് നടക്കുന്ന തെരുവും ഒക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ കുംഭമേള പോലത്തെ പുറത്തുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുംഭമേളയ്ക്കാന്ന് തോന്നുന്നു നാസിക്കിൽ ആണ് അവർ ഷൂട്ട് ചെയ്തത്. പിന്നെ ലഡാക്കിൽ. അപ്പോൾ അതൊക്കെയായിരുന്നു അതിൻ്റെ ലൊക്കേഷൻസും കാര്യങ്ങളും. ഈ ലൊക്കേഷൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ കഥയിലും അല്ലെങ്കിൽ മൊത്തം പടത്തിൻ്റെ ലുക്ക് മാറും. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. അതൊരു ബിഗ് പോലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. ഷൈൻ, സിനിമ ഒരു ദൃശ്യാനുഭവം ഒക്കെ തന്നെയാണ് സമ്മാനിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാമെങ്കിലും മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ വ്യത്യസ്തമായൊരു വലിയ പടം തന്നെയാണ് ടിയാൻ. എന്തായാലും എല്ലാവിധ ആശംസകളും ടിയാനും സംഘത്തിനും ഷൈനും മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു.